ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അച്ഛാ എന്താ? കുറച്ചു നേരമായി മോളെ വിളിച്ചോണ്ടിരിക്കുന്നു. മുത്തശ്ശിക്ക് പറയാനുള്ളത് മോളൊന്ന് കേൾക്കണം. പറഞ്ഞോളൂ. അമ്മ നേരിട്ട് വന്ന് മോളോട് പറഞ്ഞ കാര്യ നവീന്റെ ജീവിതത്തിലേക്ക് മോള് തിരിച്ചു വരാൻ. അതിന്റെ മറുപടി ഞാൻ അപ്പത്തന്നെ മുത്തശ്ശിയോട് പറഞ്ഞതാണല്ലോ. പറഞ്ഞു, പക്ഷെ അങ്ങനെയല്ലല്ലോ മോളെ വേണ്ടത്. നിന്നെയും നവീനെയും ഒരുമിച്ച് ചേർത്തത് നാഗദൈവങ്ങളല്ലേ? വ്രതങ്ങൾക്ക് ശേഷം നാഗദൈവങ്ങൾ കളരിക്ക കുടുംബത്തിന് ശാപമോക്ഷം തന്നത് നീ കാരണമല്ലേ? അപ്പൊ പിന്നെ എങ്ങനെയാ നീ ഒരിടത്തും നവീൻ വേറൊരിടത്തായി ജീവിക്കുന്നേ? നവീന്റെ കൂടെ ജീവിക്കാന്ന് മോളൊരു വാക്ക് പറഞ്ഞാൽ മതി. ഈ നിമിഷം അച്ഛനത് മറ്റുള്ളവരെ അറിയിക്കാം. സിത്താര ഉൾപ്പെടെ ആരെയും മോള് പേടിക്കൊന്നും വേണ്ട. എന്ത് വന്നാലും അച്ഛനും മുത്തശ്ശിയും നോക്കിക്കോളാം. നിങ്ങൾ എന്ത് വന്നാലും എന്റെ കൂടെ നിൽക്കും. പക്ഷെ നിങ്ങൾക്ക് രണ്ടുപേർക്കും മാത്രം അറിയാവുന്നൊരു കാര്യമുണ്ടല്ലോ, എന്റെയും ഗാദിയുടെയും അച്ഛൻ ഒരാളാണെന്ന്. അപ്പൊ പിന്നെ ഞാൻ എങ്ങനെയാ അവളുടെ ജീവിതം ഇല്ലാതാക്കുന്നേ? എല്ലാ ബന്ധങ്ങൾക്കുല്ലേ അതിന്റെ കടപ്പാട്. സ്വന്തം സഹോദരിയോട് അതെനിക്കുണ്ടാവില്ലേ? മോളെ, അച്ഛൻ പറയുന്നത് നീ ഒന്ന് ശ്രദ്ധിച്ചു കേൾക്ക്. നവീനും ഗാഥയും തമ്മിലുള്ള ജീവിതം ഒരു കാരണവശാലും മുമ്പോട്ട് പോവില്ല. അവരൊന്നിച്ച് ജീവിച്ചാൽ തന്നെ ആർക്കെങ്കിലും ഒരാൾക്കത് ആപത്തായിരിക്കും. നാളെ അവരോർത്ത് നമുക്ക് വേദനിക്കേണ്ടി വരും. അതുകൊണ്ടല്ലേ പറയുന്നത്, ഒരു ഷോക്ക്, അതിന്റെ വേദന, അതിലെല്ലാം തീരും. നവീനും മോളും സുഖമായിട്ട് ഇവിടെ ജീവിക്കാനും തുടങ്ങും. അച്ഛാ, സങ്കല്പത്തില് കഥകളൊക്കെ മെനയാൻ വലിയ എളുപ്പാ. പക്ഷെ യാഥാർത്ഥ്യം അങ്ങനെയല്ല. എനിക്ക് ഈ കാര്യത്തിൽ ഇതിന്റെ യാഥാർത്ഥ്യം അറിയാം. സത്യം പറഞ്ഞ നിങ്ങളൊക്കെ എന്നെ വെറുക്കേണ്ടതല്ലേ? ഇത്രയും കാലം നിങ്ങളെയൊക്കെ പറ്റിച്ചവളല്ലേ ഞാൻ? കളരിക്കൽ കുടുംബത്തിന്റെ ആചാരങ്ങൾ പോലും മോഷ്ടിച്ചെടുക്കുന്നത് പോലെ എടുത്തവളല്ലേ ഞാൻ? എന്നിട്ടും എന്തിനാ വീണ്ടും വീണ്ടും? ഞങ്ങൾ ഇനിയും വിളിക്കും മോളെ. മുത്തശ്ശിക്കും അച്ഛനും മോളെ വിളിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. എതിര് പറയാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പറയാം. ഇനി എന്നെ വിളിക്കരുത്, ദൈവത്തെ ഓർത്ത് വിളിക്കരുത്. മോളെ, മുത്തശ്ശിയുടെ അഭിപ്രായം തന്നെയാ എനിക്കും. ഇപ്പോഴല്ലെങ്കിൽ കുറച്ചുനാൾ കഴിയുമ്പോ മോൾക്കും അത് സമ്മതിക്കേണ്ടി വരും. എന്നാ പിന്നെ നേരത്തെ തന്നെ സമ്മതിച്ച് നേരത്തെ ഒരുമിച്ച് ജീവിച്ചൂടെ? എല്ലാം അറിയുന്ന ഗോപാലമാവനാണോ ഈ പറയുന്നേ? നടക്കാൻ മുന്നിലേക്ക് വഴിയുണ്ടോന്ന് ചോദിച്ചന്വേഷിച്ച് നടന്നിരുന്നതാ ഞാൻ. ഇപ്പോഴത്തെ അവസ്ഥ ഒന്ന് നോക്കിയേ. എവിടെ പോവാനും എവിടെയും ജീവിക്കാനും എനിക്ക് പറ്റും. പക്ഷെ അവിടെയൊക്കെ ശത്രുക്കളുണ്ടെന്ന് മാത്രം. ഇത്രയും കാലത്തെ സമ്പാദ്യം അത് തന്നെ. നമ്മുടെ വഴി വേറെയാ ഗോപാലമാമ. ഇത് നമുക്ക് പറ്റില്ല.